ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എങ്ങനെ തയ്യാറാക്കാം, ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ റെസിപ്പി നമുക്ക് ഡിന്നറിനും ഇതുപോലെ തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. ഒരു പാത്രത്തിൽ 2 കപ്പ് ഗോതമ്പ് മാവ് ഞാൻ ഇതിലേക്കായി എടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് കപ്പിലാണോ ഗോതമ്പ് മാവ് എടുക്കുന്നത് അതേ കപ്പിൽ 1 കപ്പ് ചിരകിയ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് 10 ചെറിയ ഉള്ളി, ഒരു 6 കാന്താരി മുളക്, 1 തണ്ട് കറിവേപ്പില, 1 സ്പൂൺ പെരിഞ്ജീരകം ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് ഈ മാവിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മാവ് അളന്നെടുത്ത അതേ കപ്പിൽ വേണം 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാനായിട്ട്. ഒട്ടും കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഈ മുട്ടയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. മുട്ട നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പും ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു തിക്ക കൺസിസ്റ്റൻസിയിൽ വേണം ഈ മാവ് തയ്യാറാക്കാനായിട്ട്. റണ്ണിങ് കൺസിസ്റ്റൻസി, ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ തയ്യാറാക്കരുത്. അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയില, 1 പിടി മുരിങ്ങയില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുരിങ്ങയിലയും പെരിഞ്ജീരകവും ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. മുരിങ്ങയില പെരിഞ്ജീരകം കൂടി ഇട്ട് ഇത് ഉണ്ടാക്കിയാൽ വളരെ ടേസ്റ്റും നല്ല മണമാണിത്. ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്കുള്ളിൽ നിന്ന് വരും. ഇത് ചെറു ചൂടോടെ കഴിക്കാനാണ് വളരെ ടേസ്റ്റ്. ഇത് കഴിക്കാനായിട്ട് ഒരു കറിയുടെയും ആവശ്യമില്ല. നെയ്യോ എണ്ണയോ പുരട്ടി കൊടുത്തതിന് ശേഷം തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് നന്നായി സ്പൂൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ലതുപോലെ വെന്ത് മുരിഞ്ഞ് കിട്ടും. വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇത് ഉറപ്പായിട്ടും നിങ്ങളിത് 1 പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. 1 പ്രാവശ്യം നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയാൽ 100% ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് പറയുന്നു, രണ്ടാമതും നിങ്ങളിത് ഉണ്ടാക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഈ ദോശ റെസിപ്പിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ അത് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് അറിയിക്കാൻ കൂടി മറക്കരുത്. ഇതിൻ്റെ കൂടെ ഞാനൊരു ഹെർബൽ ടീ കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. ജീരകം, പെരിഞ്ജീരകം, നമ്മുടെ കൊത്തമല്ലി, പനങ്കൽക്കണ്ട്, ഇഞ്ചി ചതച്ചത്, മഞ്ഞൾപ്പൊടി, ഗ്രാമ്പൂ 1 തുളസി ഇലയും കറിവേപ്പിലയും കൂടെ ചതച്ചത് കൂടിയിട്ട് നല്ലതുപോലെ തിളപ്പിച്ച് ഇതും കൂടിയാണെങ്കിൽ അടിപൊളിയാണ് കഴിക്കാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.